Hello everyone. അപ്പോൾ ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ CHSLന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് ചെയ്തിരുന്നു റിവൈസ്ഡ് ഡേറ്റിനെ പറ്റിയിട്ടുള്ള. അതിൽ തന്നെ ജൂലൈ 1 മുതൽ ജൂലൈ 14 ഇടയ്ക്കുള്ള ഡേയ്സിനാണ് CHSLന്റെ എക്സാം നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒഫീഷ്യൽ ഡീറ്റെയിൽസ് അടങ്ങിയ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ നമ്മുടെ അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ്റെ സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. 8/4/2024 ഇന്നലെ തന്നെ സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 7/5/2024 ലാസ്റ്റ് ഡേറ്റ് പറയുന്നത്. 7/5/2024 അടുത്ത മാസത്തേക്കാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾ ആരും എന്ത് ചെയ്യുക, ലാസ്റ്റ് നിമിഷത്തേക്കൊന്നും കാത്തിരിക്കാതെ ഉടനെ തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇനി കറക്ഷൻ്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. കറക്ഷനുള്ള ഡേറ്റും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ 10/5/2024 11/5/2024 ആ ഡേറ്റ് പറയുന്നത്, കറക്ഷൻ ഡേറ്റ്. ഈ ഒരു പോസ്റ്റൊക്കെ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ശേഷമുള്ള കറക്ഷൻ ഡേറ്റ് ആണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം ടയർ 1ൻ്റെ എക്സാം ആണ് നടക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജൂൺ ജൂലൈ ആ ഒരു ടൈമിലാണ് നടക്കുന്നതെന്നാണ് അവർ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ജൂലൈ 1 മുതൽ 14 ഇടയ്ക്കുള്ള ഡേയ്സിനാണ് അത് നടക്കാൻ പോകുന്നത്. അടുത്തിനി നമുക്ക് ഇതിൻ്റെ പോസ്റ്റുകൾ നോക്കാം. ഇപ്പോൾ വന്നിട്ടുള്ള പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 4 പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. ആ പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ലോവർ ഡിവിഷൻ ക്ലർക്കാണ്. ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ് ഫസ്റ്റ് വിളിച്ചിട്ടുള്ളത്. ലോവർ ഡിവിഷൻ ക്ലർക്കും ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റും 2 പോസ്റ്റിലേക്കാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പേ സ്കെയിൽ വന്നിട്ട് ലെവൽ 2 ആണ് പേ സ്കെയിൽ പറയുന്നത്. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പോസ്റ്റ് പറയുന്നത്. ഡേറ്റ എൻട്രി ഓപ്പറേറ്ററിൻ്റെ 2 പോസ്റ്റായിട്ട് തിരിച്ച് അവർ പറയുന്നുണ്ട്. പേ സ്കെയിൽ മാറ്റി പറയുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ പേ സ്കെയിൽ ലെവൽ 4ഉം അതുപോലെ തന്നെ ഗ്രേഡ് എ പോസ്റ്റിൽ ലെവൽ 4ഉം ആയിട്ടുള്ള ഡേറ്റ എൻട്രി ഓപ്പറേറ്റിംഗ് ആണ് ആ പോസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ, നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ വേണ്ടി ഇരുന്നത് എന്താ, വേക്കൻസീസിനെ പറ്റിയിട്ടാണ്. വേക്കൻസീസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തിനേക്കാളും കൂടുതൽ വേക്കൻസീസ് ഇത്തവണ വിളിച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ 4000 അടുപ്പിച്ച് വേക്കൻസി വിളിച്ചിട്ടുണ്ട്. 3712 വേക്കൻസീസ് പറഞ്ഞിട്ടുണ്ട്. 4000 അടുപ്പിച്ച് വേക്കൻസി ഉണ്ട്. ഉറപ്പായിട്ടും ഈ വേക്കൻസീസ് ഇപ്പോൾ വന്നിട്ട് ടെൻഡേറ്റീവ് വേക്കൻസിയെക്കാളും കൂടുതലായിട്ട് എന്തായാലും ഉറപ്പായിട്ടും വേക്കൻസീസ് വിളിക്കും. അതുകൊണ്ട് ഉറപ്പായി നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. അടുത്തിനി നമുക്ക് ഏജ് ലിമിറ്റാണ് നമുക്ക് അറിയേണ്ടത്. ഏജ് ലിമിറ്റ് എങ്ങനെയാണ് ഏജ് ലിമിറ്റ് വരുന്നതെന്ന് നോക്കാം. കാണുന്നുണ്ടായിരിക്കും ഈ 3 പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ള. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, ലോവർ ഡിവിഷൻ ക്ലർക്ക്, ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻറ്റ്, ഈ 3 പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. നാഷണാലിറ്റി പറയുന്നുണ്ട് ഇന്ത്യൻ ആണ്. അത് കഴിഞ്ഞ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം ഏജ് ലിമിറ്റ്. ഏജ് ലിമിറ്റാണ് പറയുന്നത് 1/8/2024 അതായത് ഓഗസ്റ്റ് 1 എന്ന് പറയുന്ന ഡേറ്റിന് നിങ്ങൾക്ക് എന്താണ് 18 to 27 വയസ്സിനിടയിലുള്ളവരായിരിക്കണം ഈ ഒരു പോസ്റ്റ് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് ഉള്ളത്. അത് മാത്രമല്ല 2/8/1997 1/8/2006 ഇടയ്ക്കുള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ചാൻസ് ഉള്ളത്. അതായത് 2/8/1997 1/8/2006 ഇടയ്ക്ക് ജനിച്ചവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അത് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഏജ് റിലാക്സേഷൻ എന്ന് പറഞ്ഞ സാധനം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. SC/ST ആണെങ്കിൽ 5 years റിലാക്സേഷനും OBCക്ക് ആണെങ്കിൽ 3 years റിലാക്സേഷനും PWD കാറ്റഗറിക്കും ഒരു റിലാക്സേഷൻ പറയുന്നുണ്ട്. എക്സ് സർവീസ് മാനിന് 3 years റിലാക്സേഷൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും 18 to 27 ആയാൽ പോലും ഈ റിലാക്സേഷനും കൂടെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തായാലും അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്ത് വരുന്നത് നമ്മുടെ എക്സാമിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതെന്താ, കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ ആണ്. അതുകൊണ്ട് തന്നെ +2 ക്വാളിഫൈ ആയ എല്ലാവർക്കും എന്ത് ചെയ്യാം, ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാര്യം. അതിൻ്റെ ഡേറ്റിംഗ് എന്ന് വരുന്നത് കാണുന്നുണ്ടായിരിക്കും. എസെൻഷ്യൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ 1/8/2024 ഓഗസ്റ്റ് 1 മുമ്പ് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം, +2ൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ആ കാര്യം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ്, ഓഗസ്റ്റ് 1 മുമ്പ് നിങ്ങളുടെ കയ്യിൽ +2ൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് എല്ലാവർക്കും ഈ പോസ്റ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തിനി നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടയർ 1ൻ്റെ സിലബസ് പാറ്റേൺ ആണ് പറയേണ്ടത്. സിലബസ് എന്താണെന്ന് നോക്കാം. സിലബസ് ടയർ 1ൻ്റെയും ടയർ 2ൻ്റെയും സിലബസ് പറയുന്നുണ്ട്.
ടയർ 1ൻ്റെയും ടയർ 2ൻ്റെയും സിലബസ് വന്നു. നമുക്കിപ്പോൾ എന്താ ടയർ 1ൻ്റെ സിലബസ് അറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ SSCയുടെ നോർമൽ സിലബസ് പാറ്റേൺ ആണ്. 4 സബ്ജക്റ്റ് അടങ്ങിയിട്ടുള്ള സിലബസ് തന്നെയാണ് വന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് വരുന്നുണ്ട്, റീസണിങ് വരുന്നുണ്ട്, മാത്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ജനറൽ അവയർനെസ് GK വരുന്നുണ്ട്. ഇതെല്ലാം ടയർ 2ൻ്റെ ആണ്. ഇത് ടയർ 1ൻ്റെ ആണ് വരാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ സ്കീം എന്ന് പറഞ്ഞാൽ സിലബസ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇതാണ്. നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജിന് എത്ര മാർക്കിന് 25 ക്വസ്റ്റ്യൻ, 25 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞത്. ഇത് റീസണിങ് ജനറൽ ഇൻ്റലിജൻസിൽ നിന്ന് 25 ക്വസ്റ്റ്യൻസ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് നമ്മുടെ മാത്സിൽ നിന്ന് 25 ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ GK ജനറൽ അവയർനെസ്സിൽ നിന്ന് 25 ക്വസ്റ്റ്യൻ. അപ്പോൾ എത്രയായി? 100 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ നമുക്കുള്ളത്. 100 ക്വസ്റ്റ്യൻസ്. പക്ഷേ മാർക്ക് കാണുന്നുണ്ടായിരിക്കും 50 50 50 വെച്ച് 4 സബ്ജക്റ്റിനും കൂടെ 200 മാർക്കാണ് വരുന്നത്. 200 മാർക്കിനാണ് എക്സാംസ് നടക്കാൻ പോകുന്നത്. 200 മാർക്ക് എന്ന് പറഞ്ഞാൽ 100 ക്വസ്റ്റ്യൻസ് 200 മാർക്കിനാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും × 2 എന്ന് വെച്ചാൽ പോയിന്റ് നമുക്ക് കറക്റ്റ് ആൻസർ ആണെങ്കിൽ 2 മാർക്സും, അതുപോലെ തന്നെ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് എത്ര 0.5 വെച്ചാണ് റെഡ്യൂസ് ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പഠിച്ചു തുടങ്ങാനുള്ള അവസരമാണ്. അത് മാത്രമല്ല ഈ 100 ക്വസ്റ്റ്യൻ നമുക്ക് എത്ര മിനിറ്റ് കൊണ്ടാണ് എഴുതേണ്ടത്? 60 മിനിറ്റ്സ് ആണ്. അതായത് 1 അവർ ടൈമിലാണ് നിങ്ങൾക്ക് ഇത് ചെയ്ത് തീർക്കേണ്ട ടൈം ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു വീഡിയോയിൽ കൂടെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞു, അതുപോലെ തന്നെ സിലബസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, ഏജ് ലിമിറ്റ് പറഞ്ഞു, ബാക്കി എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഇതല്ലാണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ്. മാത്രമല്ല നിങ്ങൾ ഉടനെ തന്നെ എന്ത് ചെയ്യുക, എല്ലാം മനസ്സിലായവർ ഉടനെ തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങുക. മാത്രമല്ല പ്രിപ്പറേഷൻസ് തുടങ്ങേണ്ട ടൈം ആയിട്ടുണ്ട്. ജൂലൈയിലാണ് എക്സാം എന്ന് പറഞ്ഞ് ടൈം വൈകിക്കേണ്ട, ഉടനെ തന്നെ പഠിച്ചു തുടങ്ങുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ ആശംസിക്കുന്നു. താങ്ക്